ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹയർച്ചിലെ പണം നഷ്ടപ്പെട്ട് ഇതുവരെ ഹയർച്ചിനെ ജയ് വിളിച്ചിരുന്ന എല്ലാവർക്കും തന്നെ എന്തോ ഒരു ബോധോദയം വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് എന്തെന്നാൽ ഈ കേസ് തോറ്റാലും ജയിച്ചാലും ഇവിടെ ഇരിക്കുന്നത് 250 കോടി മാത്രമേ ഉള്ളൂ. ആ 250 കോടി 16 ലക്ഷം ആൾക്കാർക്ക് വീതിക്കുകയാണെങ്കിൽ വെറും 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവനവൻ്റെ പൈസ കൈക്കലാക്കുക എന്നുള്ള തന്ത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലാണ് എല്ലാവരും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനു വേണ്ടി ഗ്രൂപ്പുകളിൽ കമ്പനിക്ക് സപ്പോർട്ടായിരുന്ന ചിലർ ക്ലെയിം പെറ്റീഷൻ കലക്ടർക്ക് പണ്ട് മുതലേ തന്നെ അയച്ചിട്ടുണ്ട്. ലക്ഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ, ബോണ്ട് എടുത്തവരൊക്കെ ക്ലെയിം പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ ഇപ്പോഴും ക്ലെയിം പെറ്റീഷൻ അയക്കുന്നു. ചില ആൾക്കാരാണെങ്കിൽ നമ്മുടെ FIR ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവസാനമായിട്ട് പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോഴും ചില ആൾക്കാർ, കോടികൾ ഉണ്ടാക്കിയ ലീഡർമാരൊക്കെ ഇതിന് എതിരായിട്ട് സംസാരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ പറയുന്നത് FIR ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ തിരിച്ചുവരവ് വൈകും എന്നാണ് അവരിപ്പോഴും പറയുന്നത്. FIR ഇട്ടവർക്ക് ആർക്കും തന്നെ പൈസ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യവും അവർ ചൂണ്ടിക്കാണിക്കുന്നു. FIR ഇട്ടത് കൊണ്ട് എന്താണ് നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പിടിച്ചു വച്ചിരിക്കുന്ന പണത്തിൽ നമുക്കൊരു അവകാശമുണ്ട് എന്ന് നിയമപരമായി ഒരു രേഖ സർക്കാരിൻ്റെ മുന്നിലേക്ക് വയ്ക്കാൻ നമുക്ക് FIR ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലെയിം പെറ്റീഷൻ കൊടുക്കുന്നത് കൊണ്ടോ സാധിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാം ഈ FIR ഇട്ടവർക്ക് പണം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അത് ഇങ്ങനെ നീട്ടി വയ്ക്കുന്നത് കൊണ്ടാണ്. അതിൽ വാദം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തീരുമാനമാവുകയും കമ്പനി സ്വാഭാവികമായും പരാജയപ്പെടുകയും കമ്പനിക്ക് എല്ലാവർക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ 67 FIR എന്ന് പറയുന്നത് അത് 2024 ഒരു കണക്കാണ്. അതിനുശേഷം എത്രയോ FIRകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അറിയാം FIR ഇട്ടത് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. ഈ കമ്പനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലും ഈ കമ്പനിയുടെ കയ്യിൽ 250 കോടി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ FIRകൾ ഉള്ളവർക്ക് മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. ഇപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഈ ക്ലെയിം പെറ്റീഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്.